എല്ലാവരും ഒരു ധാരണയാണ് ദുബൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ജോലി കിട്ടുമെന്ന്. ഇവിടെ ആരാണ്ട് എടുത്ത് വെച്ചേക്കുന്ന പോലെ ഓരോരുത്തരുടെ വിചാരം, ദുബായ് വന്നു കഴിഞ്ഞാൽ അങ്ങ് ജോലി കിട്ടാനൊക്കെ ഉണ്ട്. അതൊക്കെ വെറും തെറ്റായ ധാരണയാണ്. നാട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചുട്ടുപൊള്ളുന്ന ഈ ചൂടത്ത് ഓരോ കമ്പനികളായിക്കോട്ടെ, ചെറിയ ചെറിയ സ്ഥാപനങ്ങളായിക്കോട്ടെ, കയറി ഇറങ്ങി റെസ്യൂമെ കൊടുത്ത് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കോള് വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി. അതുപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇവിടെ, ഇൻഡീഡ് പോലത്തെ. അതിനകത്തൊക്കെ നമുക്ക് രാവിലെ ഒരു 9 മണിയാകുമ്പോഴെങ്കിലും തുടങ്ങണം. അങ്ങനെ റെസ്യൂമെ സെൻഡ് ചെയ്ത് അതിനകത്തൊന്നും കോള് പ്രതീക്ഷിച്ചിരുന്ന് അങ്ങനെ ഓരോ ആ ദിവസങ്ങൾ എന്ത് കഴിക്കുമെന്നറിയില്ല. അങ്ങനെ ഏതായാലും വിസിറ്റിന് വരുന്ന ആൾക്കാർക്ക് അത്ര കയ്യിൽ പൈസയൊന്നും കാണില്ലല്ലോ. അപ്പം എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്. 3 നേരവും നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ ടെൻഷൻ കാണും, ജോലി ആയില്ലല്ലോ എന്നുള്ള ഇത് കാണും. പിന്നെ ഒരു നേരം 2 നേരമൊക്കെ മാക്സിമം എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങും. കാരണം ഇൻ്റർവ്യൂ കോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരെ, അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ് ഇവിടെ. അങ്ങനെ അപ്പോൾ ജോലി അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. റെക്കമെൻഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേക്ക് ഒരു പരിധി വരെ കുറച്ച് ഇതിൽ ജോലി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാലേ നമുക്ക് ഒരു ജോലി കിട്ടത്തുള്ളൂ. ആ ജോലി തന്നെ ഈ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറയണ്ട, അവർ മര്യാദയ്ക്ക് ശമ്പളം പോലും പറയത്തില്ല. പിന്നെ വ്യക്തമായിട്ട് പറയാനൊക്കെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ ഒരു ജോലി കിട്ടും.